വിപ്ലവത്തിന്റെ ചുവന്ന മണ്ണാണ് തലശ്ശേരി. ചന്തുമേനോന്റെ ഇന്ദുലേഖ പിറന്ന മണ്ണ്. സംസ്കൃതിയുടെ പുരാവൃത്തം എഴുതുമ്പോൾ തലശ്ശേരിക്ക് പറയാൻ ആഠ്യത്വത്തിന്റെ കഥകൾ ഒരുപാടുണ്ട്. കേരളത്തിന്റെ പഴയ സാംസ്കാരിക കേന്ദ്രങ്ങളിലൊന്നാണിത്. നമ്മുടെ ലക്ഷണയുക്തമായ ആദ്യത്തെ നോവൽ ഇന്ദുലേഖ, അതുപോലെ അതിൻ്റെ കർത്താവായ ചന്തുമേനോന്റെ വീട്, പിന്നെ സഞ്ജയൻ, ഹസസാഹിത്യ ചക്രവർത്തിയായ സഞ്ജയൻ, ശേഷഗിരി പ്രഭു, വി കെ കൃഷ്ണമേനോൻ തുടങ്ങിയ ധാരാളം ആളുകൾ ജനിച്ചു വളർന്ന ഒരു മലയാളത്തിലെ ഒരു പക്ഷേ കൊടുങ്ങല്ലൂർ കളരി പോലെ സാഹിത്യ ലോകത്ത് സംഭാവന ചെയ്ത ഒരു കളരിയാണ് തിരുവങ്ങാട്. പുതിയ കാലത്തെ തലശ്ശേരിയിലെ പതിവ് കാഴ്ചയാണ് ഈ വൃദ്ധ. അശ്രദ്ധമായി പുതച്ച ഒരൊറ്റ ചേലയാൽ നാണം മറച്ച് ഒരു നിസ്സംഗഭാവം ഒളിപ്പിച്ചുവെച്ച് അവർ ഈ തെരുവോരത്ത് എപ്പോഴും ഉണ്ടാവും. വളരെ യാദൃച്ഛികമായിട്ടാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ അമ്മയെ കാണുന്നത്. ഇവിടെ പൊരി വെയിലിലും കനത്ത മഴയിലും ഒക്കെ ഒരു പ്രശ്നമില്ലാതെ സഞ്ചരിക്കുന്ന ഒരു, എനിക്ക് തോന്നിയത് ഒരു പക്ഷേ സന്യാസത്തിനപ്പുറമുള്ള അവധൂത വിഭാഗത്തിൽ എത്തിയ, അല്ലെങ്കിൽ അവധൂത തലത്തിലെത്തിയ ഒരു മനുഷ്യ സ്ത്രീ. ഈ കാഴ്ച കണ്ടില്ലേ? ഇതിൽ തലശ്ശേരിക്കാർക്ക് യാതൊരു പുതുമയുമില്ല. എതിരെ വരുന്നവരാരായാലും ഈ തിരുരൂപം കാണുന്ന മാത്രയിൽ കാൽക്കൽ വീഴും. ആ പാദങ്ങളിൽ ശിരസ് ചേർത്തുവെച്ച് ഒരു നിമിഷം ഒരു ജന്മപുണ്യത്തിന്റെ സാഫല്യം നേടിയ നിർവൃതി ഭക്തമനസ്സുകളിൽ അലയടിക്കും. ഇങ്ങനെ എപ്പോഴും നടക്കും. നമ്മൾ റോട്ടിലെല്ലാം ഇറങ്ങി ഇന്ന് അമ്മയെ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അമ്മ ഏതിലെങ്കിലും വരുന്നൊന്ന് കാണും. അപ്പം തന്നെ നമ്മൾ ആ നിമിഷം അമ്മേനെ കാണലുണ്ട് റോഡിലേക്ക് കൂടി പോകുമ്പോൾ. അമ്മ റോഡിൽ ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? മറ്റു ഭക്തരൊക്കെ എങ്ങനെയാ പെരുമാറുന്ന അമ്മയോട്? എല്ലാവരും ചിലവർ കാല് തൊട്ട് വന്നിക്കും അമ്മയെ, അത് തന്നെ നമസ്കരിക്കും. എല്ലാവരും അത് തന്നെ ചെയ്യുള്ളൂ, നമസ്കരിക്കും. ഏത് സമയത്തും നിരത്തിൽ കാണാം. ഇവരെ കണ്ടു കഴിഞ്ഞാൽ വാഹനങ്ങൾ വഴിമാറിപ്പോകുന്നുണ്ടാവും. പലരും വന്ന് കാലിൽ വീഴുന്നുണ്ടാവും. തന്റെ സ്വതന്ത്ര സഞ്ചാരത്തിന് വിഘാതമായി കാൽക്കൽ വീണ് കിടക്കുന്നവരെ അമ്മ ഒന്ന് നോക്കുക പോലുമില്ല. സ്വതവേയുള്ള അതേ നിസ്സംഗഭാവം തന്നെയാവും അപ്പോഴും ആ മുഖത്ത്. സ്വാതന്ത്ര്യം കൊതിക്കുന്ന മനുഷ്യര് വന്ന് കാലിൽ വീഴുമ്പോഴും ഒരു നിസ്സംഗഭാവത്തോടെ ഒരുപക്ഷെ അവരെ എനിക്ക് തോന്നുന്നത് അവർക്ക് വേണ്ടി അവരെ ആശീർവദിക്കുന്നുണ്ടാവും എന്ന് തോന്നുന്നു. കാരണം ആളുകൾ പ്രതീക്ഷിക്കുന്നതാണ്. മൂപ്പരാരോടും അങ്ങനെ സംസാരിക്കുന്നില്ല, ഒരു നോട്ടം, അത് മതി. അമ്മയ്ക്ക് പിന്നാലെ വാഹനവുമായി നടക്കുന്ന നൂറുകണക്കിന് പേരുണ്ട് ഇവിടെ. തങ്ങളുടെ വാഹനത്തിൽ അമ്മയൊന്ന് കയറി കിട്ടിയാൽ ഐശ്വര്യം പിന്നാലെ വരുമെന്ന് കരുതുന്നവർ. പക്ഷേ അമ്മയെ നിർബന്ധപൂർവം വണ്ടികളിൽ കയറ്റാനാവില്ല. കാണുന്ന വാഹനങ്ങളിലൊക്കെ അമ്മ കയറുകയുമില്ല. അമ്മയ്ക്ക് തോന്നണം. അമ്മയ്ക്ക് ആ തോന്നൽ വരുത്തണേ എന്നാണ് സാക്ഷാൽ ഭഗവാനോട് ഈ നാട്ടുകാരുടെ ഇപ്പോഴത്തെ പ്രാർത്ഥന. വാഹനങ്ങൾ പലപ്പോഴും ടാക്സികളും ഓട്ടോറിക്ഷകളൊക്കെ നിർത്തി ഇവരെ അതിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതായിരിക്കണം. അപ്പോൾ അത്തരം ആൾക്കാരോട് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അവർ പറയും, ഈ അമ്മ ഒരു ദിവസം ഇതിനകത്ത് കാലത്ത് കയറി കിട്ടിയാൽ ഇന്നത്തെ ഞങ്ങളുടെ കാര്യം കുശാലാവും. മനുഷ്യന്റെ വിശ്വാസം. തലശ്ശേരിയിലെ പല വീടുകളിലുമുണ്ട് അമ്മയ്ക്കായി ഒരു മുറി. പലരും നല്ല ആതിഥേയരായി അമ്മയെ കാത്തിരിക്കുന്നുമുണ്ട്. പക്ഷേ അമ്മയുണ്ടോ വരുന്നു? ഓരോ ഭക്തനും എന്നെങ്കിലും ഒരിക്കൽ തങ്ങളുടെ ഭവനത്തിലും അമ്മ വരുമെന്ന പ്രതീക്ഷയിലാണ്. അമ്മേനെ ഓരോരുത്തർ ഓട്ടോയിലെല്ലാം വന്ന് കൂട്ടിക്കൊണ്ടുപോകും. വിചാരിച്ചവർ കാണൂല അമ്മേനെ. അമ്മയെ കൊണ്ടുപോയാൽ എന്ത് കിട്ടും? അമ്മ വീട്ടിലെത്തിയ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും അങ്ങനെ പറയുന്നത്. വീട്ടിലെത്തിയാൽ ഐശ്വര്യം ഉണ്ടാവുന്ന പറയുന്നത്. പക്ഷെ എല്ലാ വീട്ടിലൊന്നും പോവില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട വീട്ടിലേ പോകും. ഇനി ആരാണ് ഈ അമ്മയെന്നല്ലേ? അമ്മയുടെ ഊരും പേരും അറിയുന്നവർ ആരുമില്ലിവിടെ. 30 വർഷങ്ങൾക്ക് മുമ്പൊരിക്കൽ ഒരു അത്ഭുതം പോലെ ഇവിടെ എത്തി. അവധൂതാവസ്ഥയിലുള്ള ഒരു അമ്മയാണ്. അവർക്കങ്ങനെ പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല.
എന്താ ഈ അവധൂതാവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്ന് വെച്ചാൽ അവർ ഈ വേൾഡ്ലി ലൈഫുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. അവരുടേതായ ലോകത്തിൽ അങ്ങനെ അവർ കാണേണ്ടതായതിനെ കണ്ടുകൊണ്ട് സന്തോഷിച്ചിട്ട് കഴിയാണ്. തലശ്ശേരിയിലെത്തിയ നാൾ മുതൽ അമ്മ ബിസിനസ്സുകാരനായ ജയകുമാറിന്റെ വീട്ടിലാണ് മിക്കപ്പോഴും അന്തി ഉറങ്ങുന്നത്. മുമ്പൊരിക്കൽ സൂര്യനാരായണ സ്വാമി എന്നൊരു അവധൂതനുണ്ടായിരുന്ന വീടാണത്രേ ഇത്. സൂര്യനാരായണ സ്വാമിയുടെ പിന്മുറക്കാരിയാണ് ഇവരെന്ന് കരുതിയ ഈ വീട്ടുകാർ അമ്മയെ ഭക്തിപൂർവ്വം സ്വീകരിച്ചു. നേരത്തെ ഇവിടെ ഒരു അവധൂതൻ ഉണ്ടായിരുന്നു, സൂര്യനാരായണ സ്വാമി. നേരെ ഇവിടെ വരാറുണ്ട്, ഇവിടെ നിൽക്കാറുണ്ട്. അമ്മയെ പോലെ തന്നെയായിരുന്നു, അവധൂതനായിരുന്നു. ഇത് നേരത്തെയുള്ളവർക്കൊക്കെ അറിയാം അവരെ പറ്റിയിട്ട്. സമാധിയായിട്ട് 47 വർഷം കഴിഞ്ഞു. അതിനുശേഷമാണ് അമ്മ ഇവിടെ വരുന്നത്. ഈ മറ്റേ സ്വാമി സമാധി ആയതിനു ശേഷമാണോ അപ്പൊ ആ സ്വാമിയുടെ കാലടികൾ പിൻപറ്റി വന്ന മറ്റൊരാളായിട്ടാണോ കാണുന്നത്? അങ്ങനെയാണ് അതിനെ കാണുന്നത്. എങ്ങനെയാ കാണുന്നത്? ആ ഒരു പരമ്പരയിൽ അതിനുശേഷം വരുന്ന ഒരു ഇതാണ്. കാലം പോകെ പോകെ മുൻഗാമികളെക്കാൾ ചൈതന്യവും ശക്തിയും അമ്മയിലാണെന്ന് ഇവർ കണ്ടുപിടിച്ചു. ലോകത്തെ തന്നെ തന്റെ ചൈതന്യത്താൽ നിലനിർത്തുന്ന വിശ്വമാതാവാണ് ഇവരെന്നാണ് ഭക്തരുടെ ഇപ്പോഴത്തെ വിശ്വാസം. ലോകമാതാവാണെന്ന ഞങ്ങളുടെ സങ്കല്പം. ദൈവമായിട്ട് ആരാധിക്കുന്നില്ല, ദൈവത്തിന്റെ ശക്തിയായിട്ട് കാണുന്നുണ്ട്. ഒരു ശക്തി കൂടുതൽ പ്രഭാവം കാണുന്ന ഒരു സ്ഥലം. കാരണം പലർക്കും അമ്മയെ കാണുന്നതിലും അമ്മയെ സ്പർശിക്കുന്നതിലും ഇതൊന്നില്ലാത്തൊരു സമാധാനം കിട്ടുന്നുണ്ട്. ഈ കാൽക്കീഴിലാണ് പുണ്യമെന്ന് ഇവരൊന്നാകെ വിശ്വസിക്കുന്നു. അമ്മയെ തൊട്ട് പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ലത്രേ. രാവിലെയും വൈകുന്നേരം ആ കാല് തൊട്ട് വന്നിക്കുമ്പോൾ തന്നെ മനസ്സിനൊക്കെ സമാധാനവും ഇത്രയും എന്തോ ഒരു ശക്തിയുണ്ട് നമുക്ക്. നമ്മളെന്ത് മനസ്സിൽ വിചാരിച്ചാലും അത് സാധിക്കും. അമ്മയെ തൊഴുതു കഴിഞ്ഞാൽ അമ്മ ഒന്നും പറയൊന്നുമില്ല, പക്ഷെ അമ്മ എന്ന് വിളിച്ചാൽ അമ്മ നടക്കും. അമ്മയെ പ്രാർത്ഥിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അമ്മയെ പ്രാർത്ഥിച്ചാൽ കിട്ടും. പല കാര്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത. സന്യാസിയല്ല, സന്യാസിനെക്കാട്ടും മേലെയാണ്. നമ്മൾ അന്തിമമായിട്ട് എത്തുന്നത് ആ ഭഗവാനിലാണ്. അപ്പൊ ആ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ഒരാളായിട്ട് കാണാം. സന്യാസത്തിനും അപ്പുറത്തെ അവധൂതാവസ്ഥ. ഭൗതികാതീത ലോകത്തെ അദൃശ്യ സാന്നിധ്യങ്ങളിൽ അഭിരമിക്കുന്ന ഒരാൾ. തീവ്രവിശ്വാസികൾക്ക് അവതാര രൂപമെടുത്ത സാക്ഷാൽ ദൈവം. കാഴ്ചകൾ കാണെ ഞങ്ങൾ കൺമിഴിച്ചു നിന്നുപോയി. പ്രകൃതി അവർക്ക് അടിമപ്പെട്ടില്ല, നമ്മളൊക്കെ പ്രകൃതിക്ക് അടിമപ്പെട്ടു. അമ്മ എങ്ങനെയാ? അമ്മ പ്രകൃതി അമ്മക്ക് അടിമപ്പെട്ടു. അവധൂത് മാത എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അവർ ഇവിടെ എല്ലാവരും കാണുന്നത്. ഇത്തരം ആളുകളെ നമ്മൾ വീണ്ടും ദൈവമാക്കി മാറ്റാനുള്ള പരിശ്രമം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അത് സംഭവിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യന്റെ സ്ഥിതിയാണ്. മനുഷ്യൻ സ്വാതന്ത്ര്യം കൊതിക്കുന്ന മനുഷ്യൻ സർവരെയും പറ്റിയെങ്കിൽ ദൈവാത്മാ. മുക്കിന് ആൾദൈവങ്ങൾ അരങ്ങുവാഴുന്ന ഈ കാലത്ത് ഈ അമ്മയും അവരിൽ ഒരാളല്ലേ? അല്ലെന്നല്ല, അങ്ങനെ പറയുക പോലും ചെയ്യരുതെന്ന് വിലക്കും ഭക്തർ. ആൾദൈവങ്ങളുടെ കാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത് പലപ്പോഴും അതിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടാവാറുണ്ട്. ഇവിടെ ഒരു ലക്ഷ്യവുമില്ല, ആരോടും ഒന്നും ചോദിക്കാറില്ല, ആരും കൊടുത്താലും വാങ്ങാറില്ല. ഈ തൻ്റെതായ ഏതോ ഒരു ലോകം. ഓരോരുത്തർക്കും അവരുടേതായ ഉള്ളിൽ ആ മനസ്ഥിതി തോന്നിയിട്ടാണ് എല്ലാവരും വരുന്നത്. അമ്മ ആരോടും എന്നെ ഒന്ന് വന്നിക്കാനോ എന്നെ നമസ്കരിക്കാനോ പറയാം. ആരോടും ഇന്നോളം സംസാരിച്ചിട്ടില്ലാത്ത അമ്മ ആരുടെയും കാണിക്കയും പ്രതിഫലവും ആഗ്രഹിക്കുന്നുമില്ലത്രേ. എങ്കിലും ആഗ്രഹനിവൃത്തിയിൽ ആനന്ദമടയുന്നവർ പട്ടുചേലയും പഴവും മറ്റും കാണിക്ക വയ്ക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അത് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാരി